ഹലോ ഗൈസ്, ആർട്ട്കഫയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശ്രദ്ധപ്പെടുപ്പാട്. ഇന്ന് ഞാൻ വലിയ ഒരു അപകടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ആക്സിഡൻറ്റ് ആ സംഭവമൊന്നുമല്ല. നമ്മൾ യൂട്യൂബേഴ്സ് അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാം ഏത് നിമിഷവും. ജപ്പാനിലെയും ചൈനയിലെയും കൊറിയ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളാണ് ഇതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് നമ്മളെ ചാനൽ എഫക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഈ ചാനൽ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൂടാതെ നമ്മളുടെ ജിമെയിൽ ID വഴി നമ്മളുടെ രേഖകൾ മുഴുവൻ അവർ കൈയടക്കം ചെയ്യും. ഇത് യൂട്യൂബിനുള്ളിലൂടെ തന്നെ നടക്കുന്നൊരു കാര്യമാണ്. യൂട്യൂബിന് ഒരു കാരണവശാലും ഈ ഒരു പ്രവൃത്തിയെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ചാനലിൽ അവർ ചെറിയ രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വന്ന് പതുക്കെ നമ്മളുടെ ചാനലിനെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ കൈക്കലാക്കും എന്നതാണ് അവരുടെ പ്രത്യേകത. ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? ഇപ്പോൾ അടുത്ത് ഒരു യൂട്യൂബറുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത്തരത്തിൽ വളരെ ഡേഞ്ചറായ രീതിയിൽ അവരിത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. ഇതിപ്പോൾ സാധാ ചെറിയൊരു യൂട്യൂബർ ആണെങ്കിലും ശരി, വലിയ യൂട്യൂബർ ആണെങ്കിലും ശരി, എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ചാനൽ തിരിച്ച് കിട്ടുക എന്നുള്ള കാര്യം വളരെ കഷ്ടമാവും. അപ്പോൾ അത് എങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോമാണ് ഈ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലൊരു ഹോം ബട്ടൺ കാണുന്നില്ലേ, അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റിലോട്ട് അതിൻ്റെ വ്യൂ മാറ്റിയെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ യൂട്യൂബ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ വഴി ഇത് ആദ്യം നമ്മൾ ആപ്പിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം അത് നേരെ ക്രോമിലോട്ട് ഇതേപോലെ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ തൊട്ട് കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റിങ്സ് വരും. ഇതിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചില ആളുകളുടെ ലിങ്കുകൾ ബ്ലോക്ക് ചെയ്യാം, ചില ആളുകളുടെ പേര് ബ്ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റടിയിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു, പേടിച്ചിട്ട് ചെയ്തതാണ്. നേരത്തെ എനിക്ക് അങ്ങനെ കുറേ കമൻറ്റുകൾ വന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതാണ്. ഇതേപോലെ സെക്സ് വാർ ഡോട്ട്, അതായത് പേരും കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇതേപോലെയുള്ള കുറച്ച് പേരുകളോ അല്ലെങ്കിൽ വാക്കുകളോ ഒക്കെയാണ് ഇവർ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലോട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കമൻ്റായിട്ട് അയക്കുക. ഈ കമൻറ്റുകൾ നമുക്ക് ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബ്ലാങ്ക് പേജിലോട്ടാണ് പോവുക. ഇങ്ങനെ ബ്ലാങ്ക് പേജിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ജിമെയിൽ ID അവർ ഹാക്ക് ചെയ്യും. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നതിന് ശേഷം ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഹാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഒരു ഉപകാരമാവും. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ യൂട്യൂബിൽ ഇതുപോലെ നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ ഇതേപോലെ വന്ന് കിടക്കുന്നുണ്ടല്ലേ, കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ കമൻറ്റ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല 8ൻ്റെ പണി കിട്ടും. ചാനൽ സിമ്പിളായിട്ട് അവരാണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അപ്പോൾ ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേജിൽ പോവും. ചില സമയത്ത് നമ്മളുടെ കമൻറ്റിൽ നേരിട്ടൊരു കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കമൻറ്റ് ചിലപ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈ ഒരു കാര്യം യൂട്യൂബ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അതായത് ഒരു 4000 വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കഷ്ടപ്പാടാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ. ചില ചാനലുകൾ വൈറലായിട്ടൊക്കെ കയറി പോയിരിക്കാം. പക്ഷേ നമ്മളൊക്കെ ഏകദേശം അതിനടുത്തെത്തി നിൽക്കുന്ന സമയത്ത് ചാനൽ ഹാക്കായി പോയി എന്താ ചെയ്യുക? അപ്പോൾ കൂടുതൽ ആളുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂ. കാരണം പുതിയ യൂട്യൂബേഴ്സിന് ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും പഴയ യൂട്യൂബേഴ്സിന് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ശ്രദ്ധയിലെത്തിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണല്ലോ. അപ്പോൾ ഇനി പറഞ്ഞിങ്ങനെ വെറുപ്പിക്കുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ തിരിച്ച് പിടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ